സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടു കൂടി പ്രഷർ കുക്കറിൽ ബീഫ് കറി എങ്ങനെ വെക്കാം നോക്കാം. ബീഫ് നല്ലപോലെ 5-6 വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ നമുക്ക് സവാളയാണ് ആവശ്യം. ഇവിടെ ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം മതിയാകും. കുക്കറിലോട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കും. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴണ്ടി വരും. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. പിന്നെ ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളിയുടെ പകുതി തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ മിക്സ് ആക്കുവാണ്. അതിനുശേഷം നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 മുളക് പൊടിയും കൂടെ മിക്സാണ്. കാശ്മീരി സാദാ മുളക് പൊടിയും കൂടെ മിക്സാണ്. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മസാല മിക്സും ബീഫും കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുവാണ്. കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക, കാരണം ബീഫ് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട്. പിന്നെ കുക്കർ തുറന്ന് നമ്മൾ കുറച്ച് നേരം ആ വെള്ളം അങ്ങ് പറ്റിച്ചെടുക്കുവാണ്. പിന്നെ നമ്മൾ കടുക് താളിച്ച് അതിനകത്തോട്ടിടും. ഇപ്പോഴാണ് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.